മേദിരി ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. രാമപുരം പഞ്ചായത്തിലെ മേദിരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമപുരത്തെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഇത്. സമാധാനത്തിന്റെയും പവിത്രതയുടെയും ഒരു സ്വർഗമാണ് ഈ ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിച്ചാൽ ഒരു ഭക്തന് ഒരു അദ്വിതീയ സംതൃപ്തി അനുഭവപ്പെടുന്നു. പ്രധാന ക്ഷേത്രം കട്ടിയുള്ള കല്ലിൽ നിർമ്മിച്ചതാണ്. സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന ശ്രീകോവിലിന്റെ പുറംചുവരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന രാമായണ കഥകളുടെ 3D ചിത്രീകരണം വളരെ ആകർഷകമാണ്. കോട്ടയത്തെ 4 ക്ഷേത്രങ്ങളായ രാമപുരം ശ്രീരാമക്ഷേത്രം, അമരകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം, ഒടുവിൽ രാമപുരം ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഭക്തനെ രോഗങ്ങളിൽ നിന്നും മുജ്ജന്മങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും നല്ല സന്താനങ്ങളെ നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 4 ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുള്ള ഒരു ഒരുമയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 4 ക്ഷേത്രങ്ങളിലും ദേവീ സാന്നിധ്യമുണ്ട്. ശ്രീരാമൻ്റെ അടുത്താണെങ്കിലും ലക്ഷ്മണസ്വാമിയുടെ അടുത്താണെങ്കിലും ഭരതസ്വാമിയുടെ അടുത്താണെങ്കിലും ഇവിടെ ശത്രുഘ്നസ്വാമിയുടെ അടുത്താണെങ്കിലും ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അതിൽ ഇവിടെ ഈ മേദിരിയിൽ ശ്രീപോർക്കലി ക്ഷേത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഭഗവതിയുടെ ഏറ്റവും ശക്തിമത്തായ സങ്കല്പം ദാരിക നിഗ്രഹത്തിൻ്റെ ആ നിമിഷത്തെ രൗദ്രത എന്തുമാത്രമുണ്ടോ അതെല്ലാം എടുത്തു കാണിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീപോർക്കലി ക്ഷേത്രം. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. നേരത്തെ ഇതൊരു കൃഷ്ണക്ഷേത്രമായിരുന്നു. അടുത്ത പ്രദേശത്ത് ഒരു ശത്രുഘ്നസ്വാമി ക്ഷേത്രമുണ്ടായിരുന്നു. അത് കാലാന്തരത്തിൽ ക്ഷയിച്ചു പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വേറെ മാറാൻ പറ്റാതെ അത് ഈ ക്ഷേത്രത്തിലേക്ക് ലയിച്ചു എന്നും അങ്ങനെയാണ് ശത്രുഘ്നസ്വാമിയുടെ ചൈതന്യവും സന്താനഗോപാലമൂർത്തിയുടെ ചൈതന്യവും ഈ ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചവരെ ശത്രുഘ്നസ്വാമി ആയിട്ടും ഉച്ചയ്ക്ക് ശേഷം സന്താനഗോപാലമൂർത്തിയായിട്ടാണ് ഇവിടുത്തെ ഭഗവാൻ വിരാജിക്കുന്നത്. കർക്കിടക മാസത്തിൽ 4 അമ്പലങ്ങൾ ദർശിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. ശ്രീരാമ രാമ ശ്രീരാമ രാമ സീതാപതേ രാമ ശ്രീരാമ രാമ. അറിവമ്മ അലിവമ്മ അമൃതമ്മ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വീട്ടിൽ വളർത്തുന്ന പക്ഷിമൃഗാദികൾക്കോ അല്ലെങ്കിൽ മറ്റു പറവകൾക്കോ ജന്തുക്കൾക്കോ അല്പം ആഹാരം നൽകണം. അവയിലും ഇഷ്ടദേവതയെ ദർശിച്ച് നിവേദ്യമായി അത് സമർപ്പിക്കണം. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാകട്ടെ.